താനൂർ തൂവൽ തീരത്തെ ബോട്ടപകടത്തിന് ഇന്ന് ഒരാണ്ട് തികയുന്നു. മെയ് 7-നുണ്ടായ ദുരന്തത്തിൽ ഒരു കുടുംബത്തിലെ 12 പേരടക്കം 22 പേരാണ് മരണമടഞ്ഞത്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും അന്വേഷണം ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല. 15 കുട്ടികൾ, 7 മുതിർന്നവർ, അങ്ങനെ 22 പേരുടെ ജീവൻ. ഒരാൾ തന്റെ സ്വന്തം ലാഭത്തിനു വേണ്ടി കുരുതി കൊടുത്ത ജീവനുകൾ. യാതൊരു സുരക്ഷയും ഒരുക്കാതെ തന്റെ സ്വാധീനം ഉപയോഗിച്ച് ഒരാൾ നടത്തിയ ബോട്ട് സർവീസ് തീരാ കണ്ണീരായതിന്റെ ഓർമ്മയ്ക്ക് ഒരാണ്ട് തികയുകയാണ്. താനൂർ തൂവൽ തീരത്ത് ആളുകളെ കുത്തിനിറച്ച് നടത്തിയ ബോട്ട് സർവീസ് അപകടത്തിൽപ്പെട്ട് 22 പേർ മുങ്ങി മരിച്ചിട്ട് 1 വർഷം പിന്നിടുന്നു. മരിച്ചവർക്കൊപ്പം അപകടത്തിൽ പരിക്കേറ്റ് പലരും ഇന്ന് മരിച്ചു ജീവിക്കുകയാണ്. മരിച്ചവരുടെ ആശ്രിതർക്കും പരിക്കേറ്റവർക്കും നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത സർക്കാർ സഹായം പോലും ഇന്നും മുഴുവനായി എത്തിയിട്ടില്ലെന്നതാണ് സങ്കടകരമായ വസ്തുത. കഴിഞ്ഞ വർഷം മെയ് 7-ന് വൈകുന്നേരം താനൂർ തൂവൽ തീരത്ത് നിന്ന് പുറപ്പെട്ട ബോട്ടാണ് അപകടത്തിൽ കലാശിച്ചത്. യാതൊരു സുരക്ഷാ സംവിധാനവുമില്ലാതെ മത്സ്യബന്ധന ബോട്ട് യാത്രാ ബോട്ടാക്കി മാറ്റി ആളുകളെ കുത്തിനിറച്ചു നടത്തിയ യാത്രയിലായിരുന്നു ദുരന്തം. ഇരുട്ടിൽ രക്ഷാപ്രവർത്തനം പോലും ദുഷ്കരമായ ഇടത്ത് നടന്ന ദുരന്തം ഇന്നും താനൂരുകാരുടെ നെഞ്ചിൽ ഒരു വിങ്ങലായി അവശേഷിക്കുന്നുണ്ട്. ഒരുപ്പയും 2 മക്കളും മറ്റൊരു കുടുംബത്തിലെ 4 പേരും രക്ഷാപ്രവർത്തനത്തിലേർപ്പെട്ട പോലീസുകാരും ഉൾപ്പെടെ കണ്ണീർ കടലിൽ ജീവൻ പൊലിഞ്ഞത് 22 പേർ. ഗുരുതരമായി പരിക്കേറ്റ പലർക്കും അതിന്റെ ശേഷിപ്പുകൾ ഇന്നും മാറിയിട്ടില്ല. തലയിൽ വെള്ളം കയറിയ ഒരു കുട്ടി ഇപ്പോഴും ദുരിതം പേറുകയാണ്. ബോട്ടോടിച്ചിരുന്ന സ്രാങ്കിന് ലൈസൻസ് ഉണ്ടായിരുന്നില്ല. യാത്രക്കാർക്ക് ലൈഫ് ജാക്കറ്റ് നൽകാതെ സമയക്രമം പാലിക്കാതെയായിരുന്നു യാത്ര. മത്സ്യബന്ധന ബോട്ട് യാത്രാ ബോട്ടാക്കിയതിലെ അപകടം പലരും അധികാരികളെ പലപ്പോഴും അറിയിച്ചിരുന്നെങ്കിലും അധികാരിവർഗം കണ്ണടച്ചത് ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. ദുരന്തമുണ്ടായാൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് സാധ്യതയില്ലാത്ത പ്രദേശത്ത് മത്സ്യബന്ധന ബോട്ടിൽ നടത്തുന്ന സഞ്ചാരം അപകടമാണെന്ന നാട്ടുകാരുടെ മുന്നറിയിപ്പും അവഗണിച്ചായിരുന്നു അന്നത്തെ യാത്ര. അപകടത്തെക്കുറിച്ച് പ്രഖ്യാപിക്കപ്പെട്ട ജുഡീഷ്യൽ അന്വേഷണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. മൊഴിയെടുക്കൽ ഇനിയും പൂർണ്ണമാകാത്തതിനാൽ തെളിവെടുപ്പ് തുടങ്ങാനും പറ്റില്ല. 2 തവണ ജുഡീഷ്യൽ കമ്മീഷൻ സിറ്റിംഗ് നടത്തിയിട്ടും മൊഴി നൽകാത്തവർക്കായി 1 മാസം കൂടി സമയം നീട്ടി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരൂർ. അൽസലാമ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ 20ാം വർഷത്തിലേക്ക് 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, തിമിര ശസ്ത്രക്രിയ, ഗ്ലൂക്കോമ, റെറ്റിന വിഭാഗം, കോർണിയ, ലേസർ ചികിത്സാ വിഭാഗം, കോൺടാക്ട് ലെൻസ് ക്ലിനിക്, ഓപ്റ്റിക്കൽ, ഫാർമസി, ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.